അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തായിഫ് ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് തുടങ്ങുന്നത്. അത്താസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യമായി തായിഫിൽ വന്ന സ്ഥലം ഉസ്താദ് ഒന്ന് വിശദീകരിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ വളരെയധികം പ്രയാസപ്പെട്ട് അക്രമങ്ങളൊക്കെ സഹിച്ച് എൻ്റെ നാടായ ത്വായിഫിലേക്ക് കാക്കമാരൊക്കെ സഹകരിക്കും എന്നുള്ള നല്ല ശുഭപ്രതീക്ഷയോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിലേക്ക് കടന്നു വരുന്നത്. ആ വരുന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ച മുന്തിരി മറ്റും ഫ്രൂട്ട് സാധനങ്ങൾ കൊടുത്ത് സ്വീകരിച്ച സ്ഥലമാണ് ഈ സ്ഥലം. ആ സ്വീകരിച്ച മഹാവ്യക്തിത്വമാണ് അദ്ദാസ് എന്ന് പറയുന്ന ക്രിസ്തീയ സഹോദരനായിരുന്നു. പിന്നീട് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ച ക്രിസ്തീയ സഹോദരനായിരുന്നു അദ്ദാസ് എന്ന് പറയുന്ന വ്യക്തി. പിൽക്കാലത്ത് അദ്ദാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഒരു പള്ളിയും അതിൻ്റെ തൊട്ടടുത്തിട്ടുള്ള മസ്റകളൊക്കെ കൃഷി സ്ഥലങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോക്ക് തുടർന്ന് ഇൻഷാ അല്ലാഹ് കാണാവുന്നതാണ്. അത്താസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളി, അതുപോലെ മസ്റ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വീകരിച്ച സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ 5 റിയാൽ ടിക്കറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മുമ്പ് അതുണ്ടായിരുന്നില്ല, ഇപ്പോൾ 5 റിയാൽ ടിക്കറ്റ്. പഴയ മുമ്പ് അതുണ്ടായിരുന്നില്ല. ഇപ്പോൾ ടിക്കറ്റൊക്കെ ആക്കി വരും. അത്താസ് എന്ന ക്രിസ്തീയ സഹോദരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ സ്വീകരിച്ച് ഫ്രൂട്ട് സാധനങ്ങളൊക്കെ കൊടുത്തു. ഈത്തപ്പ, മുന്തിരി എല്ലാം കൊടുത്ത് സ്വീകരിച്ച സ്ഥലം ആണ് ഇത്. മാവ് അല്ലേ? ഓ അന്തർ ऊपर क्या है? वो 10 का मतलब में 2 रकात नमाज पढ़ता है. അല്ലാ, ആ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അവിടെ. ഒരു കായ് ഉണ്ടായിരുന്നില്ല അന്ന് നമുക്ക്? അല്ല, മൂച്ചല്ലേ. ഇതാണ് മസ്റ. എവിടെ മസ്ജിദ്? ആ ഇവിടെ. പള്ളി അവിടെ അല്ലേ? പണി നടന്നുകൊണ്ടിരിക്കും. ഇതിന് പരിശുദ്ധിയുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച സ്ഥലം എന്നാലും അത്താസ് റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായി ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കി എടുത്ത ഈത്തപ്പന വലിയൊരു ഈത്തപ്പഴം ഞാൻ ഇത് ആദ്യം കാണുന്നേട്ടാ. വലിയ ഈത്തപ്പഴം അല്ലേ? മരം. കൃഷിയാണ് മൊത്തം മസ്റയാണ്. അതെന്ത് മര? അത് തീൻ മര. അത്തിപ്പഴ. ഒത്തീനി. ഒത്തീനി വസ്സൈത്തൂൻ. ഇതാണ് റുമ്മാൻ. ഇത് റുമ്മാൻ പഴം. തീൻ്റെ തന്നെയാണ്. ഒത്തീനി വസ്സൈത്തൂൻ. ഇതാണ് അത്താസ് റളിയല്ലാഹു അൻഹു എൻ്റെ പേരിൽ ഉള്ള പള്ളി. ഇൻഷാ അല്ലാഹ് ഒരു ക്രിസ്തീയ സഹോദരനായിരുന്നു. റസൂലുള്ളാഹിനെ സ്വീകരിച്ചു പിന്നീട് മുസ്ലിമായി. അദ്ദേഹത്തിൻ്റെ പേരിലെടുത്ത പള്ളിയാണ് മസ്ജിദ് അത്താസ് എന്ന പള്ളി. ശരിക്കും ഇവിടെ ഒരു നൊസ്റ്റാൾജിയ ലുക്കാണ്. പഴയ അന്തരീക്ഷം, നൊസ്റ്റാൾജിയ.
പഴയ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു പഴയ ലുക്ക്, പഴമയുടെ മുന്തിരി എന്ത് കിതാബാ? എനിക്കൊരു പഴമയല്ലേ, പഴമയിൽ നൊസ്റ്റാൾജിയ ലുക്ക് തന്നെ ഉണ്ട്. ഞങ്ങളേതായാലും കുറച്ച് മുന്തിരി കഴിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ച മുന്തിരി കഴിച്ച ഈ അത്താസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ നിന്ന് ഞങ്ങളും കുറച്ച് മുന്തിരി കഴിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. സെൽഫി അടിക്കും നോക്കാം. മുന്തിരി മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തരത്തിലുള്ള നല്ല മുന്തിരികൾ കൊടുത്താണ് ഇവിടെ സ്വീകരിച്ചത്. അത് സ്വീകരിച്ചതിൻ്റെ പേരിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് അക്രമങ്ങൾ ഇവർ ചെയ്തു. പിന്നീട് അള്ളാഹു വലിയ ഹിദായത്ത് കൊടുത്ത് അദ്ദേഹത്തെ അള്ളാഹു പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹു കൊടുത്ത് സഹാബി എന്ന പദവിയിലേക്ക് അള്ളാഹു ഉയർത്തി. വലിയ ഭാഗ്യമാണത്. ಎಲ್ಲ ಪೈಸನಿಪ್ಪ ಎಲ್ಲ ಪೈಸ ಮರಿಪಲ್ಲದು ഒരു മൊബൈൽ പിടിച്ചോളി. ഒരു വീഡിയോ ഉണ്ട്, അവിടെ നിർത്താൻ പറ്റില്ല വണ്ടി, അല്ലെങ്കിൽ പോയിട്ട് നടക്കണം അത്ര ഇങ്ങോട്ട്. പറഞ്ഞോളി. ഒരു വീഡിയോ തല്ലേ മസ്ജിദ് ഈ പള്ളി മസ്ജിദ് അലി റളിയല്ലാഹു അൻഹു എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും 1400 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഈ പള്ളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾ കല്ലെറിഞ്ഞ സ്ഥലം ഒക്കെയാണ് ഇൻഷാ അല്ലാഹ് ഇനി കാണാൻ പോകുന്നത്. പ്രയാസപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ട ഒരവസ്ഥ, ഭ്രാന്തൻ എന്ന് പറഞ്ഞ് അള്ളാഹു അല്ലാതെ മറ്റൊന്നും ആരാധിക്കരുത്, ലാത്തഴുസബുലുല്ല തുടങ്ങിയ ബിംബങ്ങൾ അല്ല ദൈവം, അള്ളാഹു ആണ് അള്ളാഹ്, ആരാധിക്കാൻ അർഹൻ അള്ളാഹു മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരാളില്ല എന്ന സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളെ കല്ലെറിഞ്ഞ് ആക്ഷേപിച്ച സംഭവങ്ങൾ. മസ്ജിദ് കുവ അല്ലേ? ഇതെന്താണ് പള്ളിയുടെ റസൂലുള്ളാഹി നിസ്കരിച്ച പള്ളി അല്ലേ? അന്നത്തെ പള്ളി. അത് അതേ പഴയ ദേവിലിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം അതിൽ പോയി നിസ്കരിച്ചുകൊണ്ടായിരുന്നു. ഇത് തായിഫിലുള്ളൊരു ചരിത്ര സ്ഥലമാണ്. എക്കരിമാ സത്ത് എന്നാ പറയാം. അവിടെ ബന്ധാണ്, ഇവിടെ നിന്ന് കാണാം എക്കരിമാ സത്ത്. ഇതിനെക്കുറിച്ച് ഉസ്താദ്, നമ്മുടെ സക്കാഫി ഉസ്താദ് പറയും. വളരെ പ്രസിദ്ധമായ ഒരു ജലാശയമാണ് ഇക്രിമ സത്ത് എന്ന് പറയുന്ന തായിഫിലെ ഈ അണക്കെട്ട്. പഴയ കാലങ്ങളിൽ, ഇപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ല, എന്നാൽ പഴയ കാലങ്ങളിൽ മക്കയിൽ വെള്ളത്തിനൊക്കെ വലിയ പ്രയാസപ്പെടുന്ന ഹജ്ജിൻ്റെ സമയങ്ങളിലോ മറ്റുമൊക്കെ ഈ ജലാശയത്തിൽ നിന്നായിരുന്നു മക്കയിലേക്ക് വെള്ളം കൊണ്ടുപോയിരുന്നത്. ആ വെള്ളം കൊണ്ടുപോയിരുന്ന ആ റോഡിൻ്റെ പേര് ഇപ്പോഴും വാദി ബച്ച് എന്ന് ഇപ്പോഴും ആ പേരിലാണ് അറിയപ്പെടുന്നത്. അത്രയും പഴയ കാലങ്ങളിൽ മക്കയിലൊക്കെ വെള്ളത്തിന് വലിയ ആശ്രയിച്ചിരുന്ന ഒരു ജലാശയമാണ് ഇക്രിമ സത്ത് എന്ന് പേരിൽ അറിയപ്പെടുന്ന ഈ വെള്ളക്കെട്ട്. ഇപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ല, അതിൻ്റെ അടുത്ത് പോയി കാണാനുള്ള സാഹചര്യമില്ല. മൊത്തം ചുറ്റിലും വേലിക്കെട്ടുള്ളത് കൊണ്ട് അടുത്തേക്ക് പോകാൻ കഴിയില്ല. അണക്കെട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അതല്ല, ഒരുപാട് സഹാബത്തിന്റെ, 8ഓളം സഹാബത്തിന്റെ മക്ബറ ഈ ഈ അണക്കെട്ടിന്റെ ചാരത്ത്
കാണാം. പക്ഷെ അവിടെ സിയാറത്തിന് മറ്റുമൊന്നും പോകാനുള്ള സൗകര്യം ഇപ്പൊ ഇല്ല. ഇപ്പോൾ ഇല്ല, എല്ലാം ബന്ദ് ചെയ്തിട്ടാണുള്ളത്. ഈ മുന്നിൽ കാണുന്ന വെളുത്ത കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് മക്ബറുള്ളത് അല്ലേ? ഖബറൊക്കെ ഉള്ളത്. ഇക്രിമ സദ് എന്നാ പറയാ അതിന്. ആ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ പേര് തന്നെയാണ് ഇതിനുണ്ട്. ആ ബോർഡിൽ കാണാം. വസാറത്തുൽ മിയാഹ് സദ് ഇക്രിമ. സദ് ഇക്രിമ. വെള്ളത്തിന്റെ സ്റ്റോക്ക് എത്ര ഇതാ സദ് ഇക്രിമ. തൂരു സദ് അവിടെ ഉണ്ട്. സദ് ഇക്രിമ ബി തായിഫ്. തൂരു സദ് 70, ഇതിന്റെ വിസ്താരം സദ് 6, മൈലൊക്കെയുള്ള കണക്കാണ്. ഇർത്തിഫാഉ സദ് 18, 18 ഇർത്തിഫാഉൽ 12, സഅത്തുൽ ഖസീൻ 50,000, അല്ല ലക്ഷം, 5 ലക്ഷം. 100,000, 5 ലക്ഷം. ഇതാ അവിടാണ് ഖബർസ്ഥാൻ. ഒരുപാട് സഹാബത്ത് മറപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. إلى حضرتهم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الرحمن الرحيم. വളരെ ചരിത്രപരമായൊരു സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി കല്ലുരുട്ടി. ഈ കല്ലുരുട്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലുരുട്ടി കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച സ്ഥലമാണ് തായിഫില് മത്നയിലുള്ള ആ കല്ലത മേലെ കാണുന്നു വലിയ പാറക്കല്ല്. ആ കല്ല് ഉരുട്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താഴെ കാണുന്ന ചെറിയ പള്ളിയിൽ വിശ്രമിക്കുകയായിരുന്നു. ജനങ്ങളൊക്കെ മുകളിൽ കയറിയുടെ എല്ലാം സന്ദർശിക്കുന്നത് കാണാം. പക്ഷേ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി വിവരങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്ഥലം മാറി ഇപ്പുറത്തെ ഭാഗത്ത് വന്നിട്ട് ഇരുന്നു വിശ്രമിച്ചു. ആ സ്ഥലത്ത് ഇപ്പോഴും നല്ല പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള രീതിയിൽ കൃഷി സ്ഥലങ്ങൾ, നല്ല കാണാൻ കണ്ണിന് നല്ല കുളിർമയേകുന്ന സ്ഥലമാണ് ഇപ്പോഴും അത് ഇരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രയാസപ്പെട്ട അത്. പിന്നീട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ്. തായിഫിൽ മത്നയിൽ വെച്ച് വേറൊരു റിവായത്തിൽ ഈ പള്ളി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലും അറിയപ്പെടുന്നുണ്ട്. തായിഫിൻ്റെ ചരിത്രത്തിൽ വലിയൊരു ഇടം നേടിയ പള്ളിയാണ് ഇത്. അല്ലാഹു ഇതെല്ലാം നമ്മുടെ സിയാറ കബൂൽ ചെയ്യട്ടെ.